JEE aspirants. ക്ലാസ് റൂമിൽ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഭൂരിഭാഗം ആളുകളുടെയും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കാൽക്കുലേഷനാണ്. കാൽക്കുലേഷൻ ഇപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ന്യൂമറിക്കൽ വാല്യൂ ടൈപ്പിലേക്ക് വരുന്ന സമയത്ത് വലിയൊരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നത് ഇത് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യണം അല്ലേ, തൊട്ടടുത്ത ഇൻറ്റീജറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. കാരണം ന്യൂമറിക്കൽ വാല്യൂ ടൈപ്പ് ചോദ്യങ്ങൾക്കെല്ലാം ബ്രാക്കറ്റിൽ കൃത്യമായിട്ട് NTA കൊടുത്തിട്ടുണ്ട് റൗണ്ട് ഓഫ് ടു ദി നിയറസ്റ്റ് ഇൻറ്റീജർ. അപ്പോൾ ഈ റൗണ്ട് ഓഫ് ചെയ്യുന്നത് പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട്. ഇപ്പോഴും നമ്മൾ ക്ലാസ് റൂമിൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, സാർ എങ്ങനെയാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് 1 ആഡ് ചെയ്യുന്നുണ്ടല്ലോ, 1 ആഡ് ചെയ്യാതെ ഒരു ചേഞ്ചും ഇല്ലാണ്ട് നമ്മൾ എഴുതുന്നുണ്ടല്ലോ, ഇതൊക്കെ ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ചെയ്യുക എന്നൊരു ഡൗട്ട് ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണുക. പ്രധാനമായിട്ടും 4 സിറ്റുവേഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ 3 സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത് ഏത് ഡിജിറ്റിൻ്റെ അവിടെയാണോ അത് കഴിഞ്ഞ് വരുന്ന ഡിജിറ്റ് അതൊന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ 5 ആകാം, അല്ലെങ്കിൽ ലെസ് ദാൻ 5 ആകാം, അല്ലെങ്കിൽ ഈക്വൽ ടു 5 ആകാം. അപ്പോൾ ഈ 3 സിറ്റുവേഷൻസിൽ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് 4ാമത്തെ സിറ്റുവേഷൻ പറയാം. അപ്പോൾ നമുക്കത് ഒരു ഫുൾ ക്ലാരിറ്റി നിങ്ങൾക്ക് അതിൽ കിട്ടും. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷനാണ് നിങ്ങൾക്ക് റൗണ്ട് ഓഫ് ചെയ്യേണ്ട ഡിജിറ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡിജിറ്റ് ഗ്രേറ്റർ ദാൻ 5 ആണ്. ഫോർ എക്സാമ്പിൾ 12.6 ആണ്. നിങ്ങൾക്ക് റൗണ്ട് ഓഫ് ചെയ്യണം, അതിനെ 2 ഡിജിറ്റിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. അവിടെ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് റൗണ്ട് ഓഫ് ചെയ്യുന്നത് 2 കഴിഞ്ഞിട്ടാണ് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഡിജിറ്റ് 6 ആണ്, അത് ഗ്രേറ്റർ ദാൻ 5 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിസീഡിങ് ഡിജിറ്റിലേക്ക്, തൊട്ട് മുന്നത്തെ ഡിജിറ്റിലേക്ക് 1 ആഡ് ചെയ്തുകൊണ്ട് റൗണ്ട് ഓഫ് ചെയ്യും. അപ്പോൾ 12.6 എന്ന് പറയുന്നതിന് നമുക്ക് 13 എന്ന് റൗണ്ട് ഓഫ് ചെയ്ത് കിട്ടും. അപ്പോൾ 13 ആണ് ആൻസർ. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ അപ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യേണ്ട ഡിജിറ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് 5നേക്കാൾ താഴെയുള്ള ഒരു നമ്പറാണ്, ലെസ് ദാൻ 5 ആകാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ 12.4. അവിടെ നമുക്ക് 12 വെച്ച് റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പോൾ ഈ 4 എന്ന് പറയുന്നത് 5നേക്കാൾ താഴെയാണ്, ലെസ് ദാൻ 5 ആണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അവിടെ ഒരു ചേഞ്ചും വരുത്തേണ്ട കാര്യമില്ല. 12.4നെ നമുക്ക് 12 എന്ന് റൗണ്ട് ഓഫ് ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റും. ഇതാണ് ആദ്യത്തെ 2 സിറ്റുവേഷൻ. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇനി മൂന്നാമത്തെ സിറ്റുവേഷനിലാണ് ഒരു കുഞ്ഞു പ്രശ്നമുള്ളത്. അതായത് നിങ്ങൾക്ക് റൗണ്ട് ഓഫ് ചെയ്യേണ്ട ആ ഒരു പൊസിഷൻ കഴിഞ്ഞ് വരുന്ന ഡിജിറ്റ് 5 ആണെങ്കിൽ അവിടെ ചില കേസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടെ ചില കേസുകളിൽ 5 ആണെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 1 ആഡ് ചെയ്ത് റൗണ്ട് ഓഫ് ചെയ്യാറുണ്ട്, ചില കേസുകളിൽ 1 ആഡ് ചെയ്യാതെ റൗണ്ട് ഓഫ് ചെയ്യാറുണ്ട്. അതെന്താ അങ്ങനെ? കാരണമുണ്ട് മക്കളെ. ഇപ്പോൾ നിങ്ങളുടെ ഡിജിറ്റ് 5 ആണെന്ന് വിചാരിക്കും. 5ന് തൊട്ട് മുമ്പ് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. 2 സിറ്റുവേഷൻസ് ഉണ്ട്. 5ന് മുന്നേയുള്ള ഡിജിറ്റ്, അതായത് പ്രിസീഡിങ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആകാം, അല്ലെങ്കിൽ അതെന്താകാം, ഈവൻ നമ്പർ ആകാം. ഫോർ എക്സാമ്പിൾ 12.5ഉം 13.5ഉം. അപ്പോൾ 12.5നെ 2 ഡിജിറ്റിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ നോക്കുക, 12 കഴിഞ്ഞ് വരുന്നത് 5 ആണ് അല്ലേ. 5ന് തൊട്ട് മുന്നത്തെ ഡിജിറ്റ് ആരാ? 2 ആണ്. 2 ഒരു ഈവൻ നമ്പർ അല്ലേ, ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ വരുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ട, നമ്മൾ 1 ആഡ് ചെയ്യാതെ അതുപോലെ തന്നെ റൗണ്ട് ഓഫ് ചെയ്യും. അപ്പോൾ 12.5നെ 12 എന്ന് റൗണ്ട് ഓഫ് ചെയ്ത് എഴുതും നമ്മൾ. ഇനി ആ 5ന് തൊട്ട് മുന്നേ വരുന്ന ഡിജിറ്റ് ഓഡ് നമ്പർ ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 13.5 ആണെന്ന് വിചാരിക്കുക, നമുക്കത് 2 ഡിജിറ്റിൽ റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പോൾ മൂന്നാമത്തെ ഡിജിറ്റ് എന്തായാലും 5 ആണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം 5ന് തൊട്ട് മുന്നത്തെ ഡിജിറ്റ് 3 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ അല്ലേ. അങ്ങനെ ഓഡ് നമ്പർ വരുമ്പോൾ പ്രിസീഡിങ് നമ്പർ ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 1 ആഡ് ചെയ്ത് റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പോൾ 13.5നെ റൗണ്ട് ഓഫ് ചെയ്യുന്നത് 14 ആയിട്ടാണ്, 13 ആയിട്ടല്ല. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറിയേ. 12.5നെ എന്തുകൊണ്ടാണ് നമ്മൾ 12 ആയി റൗണ്ട് ഓഫ് ചെയ്തത്, 13.5നെ എന്തുകൊണ്ടാണ് നമ്മൾ 14 ആയി റൗണ്ട് ഓഫ് ചെയ്തത്? ക്ലിയർ ആണല്ലോ? ആണ്. ആദ്യത്തെ 3 സിറ്റുവേഷൻസ് കഴിഞ്ഞു. ഇനി 4ാമത്തെ കേസാണ്. ഇതിനൊക്കെ ഒപ്പം ചിലപ്പോൾ ന്യൂമറിക്കൽ വാല്യൂ ടൈപ്പ് ചോദ്യങ്ങളുടെ ആൻസർ നമുക്ക് 10ന്റെ പവറിൻ്റെ ഓർഡറിൽ എഴുതണമെന്ന് ചോദ്യത്തിൽ പറയാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ 10⁻²ൻ്റെ ഓർഡറിൽ എഴുതണം, 10⁻³ ഓർഡറിൽ എഴുതണം എന്നൊക്കെ പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ അപ്പോൾ നിങ്ങളോട് ചോദ്യത്തിൽ പറയുകയാണ്, നിങ്ങൾ ആൻസർ ന്യൂമറിക്കൽ വാല്യൂ ടൈപ്പ് ചോദ്യത്തിൻ്റെ ആൻസർ 10⁻³ ഓർഡറിൽ എഴുതണം എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നമുക്ക് കിട്ടിയത് 0.123 വരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതിൽ കൂടുതൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇതിനെ നമ്മൾ 10⁻³ ഓർഡറിലേക്ക് എഴുതുമ്പോൾ 10⁻³ ഓർഡറിലേക്ക് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? 123 × 10⁻³ അപ്പോൾ നിങ്ങളുടെ ആൻസർ എന്താ കിട്ടുക? 123 എന്നാണ് കിട്ടുക. ഇനി ഈ 0.123 കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. സപ്പോസ് അത് 0.1234 ആയിരുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യുക? അപ്പോൾ നമ്മൾ 10⁻³ ഓർഡറിൽ എഴുതണം.
123.4 ഇൻറ്റു 10⁻³ ഇതൊന്ന് റൗണ്ട് ഓഫ് ചെയ്ത് നോക്കി. ഇതിന് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ 3 ഡിജിറ്റ് കഴിഞ്ഞാലാണല്ലോ റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. അപ്പം 4ാമത്തെ ഡിജിറ്റ് 4 ആണ്, 5നേക്കാൾ ലെസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഒരു ചേഞ്ചും വരുത്താതെ റൗണ്ട് ഓഫ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആൻസർ 123 ഇൻറ്റു 10⁻³ ആണ്. അപ്പോൾ നിങ്ങളുടെ ന്യൂമറിക്കൽ വാല്യൂ ടൈപ്പിൻ്റെ ആൻസർ വരിക 123 എന്നാണ്. കാരണം ഇൻറ്റു 10⁻³ എന്ന് ചോദ്യത്തിലുണ്ടല്ലോ, നമ്മൾ ആ വിട്ടുപോയ ഭാഗം മാത്രമാണല്ലോ ഫില്ല് ചെയ്യേണ്ടത്. 123 ആണ് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ. ഇനി സപ്പോസ് ആ 4ാമത്തെ ഡിജിറ്റ് 5നേക്കാൾ ഗ്രേറ്റർ ആയൊരു ഡിജിറ്റ് ആയിരുന്നെങ്കിലോ, അതായത് 0.1236 ആയിരുന്നെങ്കിലോ, അപ്പോൾ നിങ്ങൾ ചെയ്യുക എങ്ങനെയാ, 123.6 ഇൻറ്റു 10⁻³ ഒന്ന് റൗണ്ട് ഓഫ് ചെയ്ത് എഴുതിയേ, 124 ഇൻറ്റു 10⁻³ എന്നല്ലേ കിട്ടുക. അപ്പോൾ നിങ്ങളുടെ ആൻസർ വരിക 124 അല്ലേ. അതായത് 0.123 എന്ന് വെച്ച് നിങ്ങൾ കാൽക്കുലേഷൻ സ്റ്റോപ്പ് ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 10ൻ്റെ പവർ വരുന്ന കേസുകളിൽ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ആ 10ൻ്റെ പവർ കഴിഞ്ഞ് ഒരു ഡിജിറ്റ് കൂടി എക്സ്ട്രാ കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ എപ്പോഴും ശ്രമിക്കുക. അതല്ലെങ്കിൽ ഈ റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, ചിലപ്പോൾ തെറ്റിപ്പോക്കാൻ സാധ്യതയുണ്ട്, ആൻസർ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും റൗണ്ട് ഓഫ് ചെയ്യുന്ന പ്രോബ്ലങ്ങളിൽ, പ്രത്യേകിച്ച് ന്യൂമറിക്കൽ വാല്യൂ ടൈപ്പ് ചോദ്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. MCQs നിങ്ങൾക്ക് ഈ പ്രശ്നം വരില്ല. കാരണം MCQs പലപ്പോഴും നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ നടത്തി കഴിഞ്ഞാൽ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. പക്ഷേ നമ്മുടെ ചോദ്യപേപ്പറിൽ ന്യൂമറിക്കൽ വാല്യൂ ടൈപ്പ് ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.